കേരള കോൺഗ്രസ് എമ്മിനെ യു.ഡി.എഫിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള വീക്ഷണം മുഖപ്രസംഗത്തിനെതിരെ പ്രതിച്ഛായയിൽ മുഖപ്രസംഗം. വീക്ഷണത്തിൽ വന്ന മുഖപ്രസംഗം മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമാണെന്നും ആത്മാഭിമാനമുള്ള ആരും യു.ഡി.എഫിലേക്ക് തിരികെ പോകില്ലെന്നും പ്രതിച്ഛായയിലൂടെ കേരള കോൺഗ്രസ് എം മറുപടി നൽകുന്നു. വിവരങ്ങളുമായി സനോജ് കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. സനോജ്, കഴിഞ്ഞ ദിവസമാണ് വീക്ഷണം കോൺഗ്രസിൻ്റെ മുഖപത്രം അങ്ങനെയൊരു എഡിറ്റോറിയൽ എഴുതി മുഖപ്രസംഗം എഴുതിയത്. അപ്പോൾ തന്നെ റോഷി അഗസ്റ്റിനെ പോലെയൊക്കെയുള്ള കേരള കോൺഗ്രസ് നേതാക്കൾ അതിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞിരുന്നു. കുറെ കൂടി ശക്തമായി കോൺഗ്രസിനകത്ത് ഇത് മുൻകൂട്ടി തയ്യാറാക്കിയൊരു തിരക്കഥ എന്ന നിലയിൽ ചൂണ്ടിക്കാട്ടിയാണോ ഇപ്പോൾ വിമർശനം പ്രതിച്ഛായയിലൂടെ കേരള കോൺഗ്രസ് എം നൽകുന്നത്? തീർച്ചയായിട്ടും ശരത്ത്, അങ്ങനെ തന്നെയാണ്. അതിനിഷിദ്ധമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് വീക്ഷണത്തിനെതിരെ പ്രതിച്ഛായയിൽ മുഖപ്രസംഗം വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം LDF-ൽ കേരള കോൺഗ്രസ് വെന്തുരുകരുത് എന്ന തലക്കെട്ടോടുകൂടിയായിരുന്നു വീക്ഷണം പത്രത്തിൽ മുഖപ്രസംഗം ഉണ്ടായത്. അതിന് പിന്നാലെ വീക്ഷണത്തിന്റെ മുഖപ്രസംഗം വീക്ഷണത്തിന്റെ മുഖപ്രസംഗം കോൺഗ്രസിന്റെ നിലപാടല്ല എന്നുള്ളതായിരുന്നു VD സതീശന്റെ പ്രതികരണം. അതിനു പിന്നാലെയാണ് റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ UDF-നെതിരെയും കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയും ഒപ്പം തന്നെ വീക്ഷണം പത്രത്തിന്റെ മുഖപ്രസംഗത്തിനെതിരെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. കേരള കോൺഗ്രസ് UDF-ൽ പ്രവേശനം നേടുവാൻ വേണ്ടി ആർക്ക് മുന്നിലും അപേക്ഷ നൽകിയിട്ടില്ല എന്നുള്ളതായിരുന്നു റോഷി അഗസ്റ്റിന്റെ പ്രതികരണം. ഒപ്പം തന്നെ ഇന്ന് പ്രതിച്ഛായയിലും സമാനമായ വാക്കുകളിലൂടെയാണ് വീക്ഷണം പത്രത്തിന്റെ മുഖപ്രസംഗത്തിനെതിരെ പ്രതിച്ഛായ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. കോൺഗ്രസിൽ രൂപപ്പെട്ടിരിക്കുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളുടെയും അധപ്പതനത്തിന്റെയും ഭാഗമായിട്ടാണ് വീക്ഷണത്തിൽ മുഖപ്രസംഗം ഉണ്ടായത് എന്നുള്ളതാണ് പ്രതിച്ഛായയിൽ വ്യക്തമാക്കുന്നത്. വീക്ഷണത്തിന്റെ പ്രചാരകരായി ചില കോൺഗ്രസ് നേതാക്കന്മാർ മാറി ആ മുഖപ്രസംഗം മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു നാടകമാണ്. ആത്മാഭിമാനമുള്ള ആർക്കും UDF-ലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുകയില്ല. തങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി സുരക്ഷിതമായി കഴിയുമ്പോൾ തങ്ങൾക്ക് UDF-ലേക്ക് മടങ്ങിപ്പോവേണ്ട യാതൊരു സാഹചര്യവുമില്ല എന്നുള്ളതാണ് മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നത്. കേരള കോൺഗ്രസ് എം പോയതോടുകൂടി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു. അതിന്റെ മനോവിഷമത്തിൽ നിന്നുമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള മുഖപ്രസംഗങ്ങൾ പുറത്തു വരുന്നത് എന്നുമാണ് പ്രതിച്ഛായയിൽ വ്യക്തമാക്കുന്നത്. LDF ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചരിത്ര നേട്ടമുണ്ടാക്കി. അത് കോൺഗ്രസിന് സഹിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. മാണിസാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അത് വളരെ പരിഹാസ രൂപേണയാണ് പ്രതിച്ഛായയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. മാണിസാർ ഉൾപ്പെടെയുള്ള UDF നേതാക്കന്മാർ UDF മുന്നണിക്ക് രൂപം നൽകുമ്പോൾ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കന്മാർ അന്ന് വള്ളി നിക്കർ പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പരിഹാസ രൂപേണ അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. VD സതീശന്റെ പ്രസ്താവനയ്ക്കെതിരെയും പ്രതിച്ഛായയിൽ വിമർശനമുണ്ട്. കാരണം VD സതീശൻ പറഞ്ഞു, വീക്ഷണത്തിൽ മുഖപ്രസംഗം വന്നതിന് പിന്നാലെ VD സതീശന്റെ പ്രതികരണം ഉണ്ടായത് അത് കോൺഗ്രസ് നിലപാടല്ല എന്നുള്ളതായിരുന്നു. തങ്ങൾ ആർക്കും അപേക്ഷ കൊടുത്തിട്ടില്ല, പിന്നെ എന്തിനാണ് സതീശനെ പോലെയുള്ള ആളുകൾ ഇത്തരം പ്രതികരണം നടത്തുന്നത് എന്നും പ്രതിച്ഛായയിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്തായാലും UDF-ലേക്ക് പോവേണ്ട യാതൊരു സാഹചര്യവും കേരള കോൺഗ്രസിനില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി രാഷ്ട്രീയ നിലപാടെടുത്തുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. അതുകൊണ്ട് തങ്ങൾ ആ രാഷ്ട്രീയ നിലപാടിനൊപ്പം തുടർന്ന് മുന്നോട്ട് പോകുമെന്നുള്ള ശക്തമായ ഭാഷയിലാണ് പ്രതിച്ഛായ ലേഖനം ഉണ്ടായിട്ടുള്ളത്. ശരത്, ശരി സനോജാണ് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ കോട്ടയത്ത് നിന്ന് നൽകിയത്.